ആരെന്ത് തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും നിനക്കും വിദ്യയ്ക്കും ഒന്നും സംഭവിക്കരുത്. എനിക്കത്രേ ഉള്ളൂ. ഹരിയേട്ടാ, ഇവര് വിഷമിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഇവരുടെ വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂരജ് പറയുന്നത് പോലെ വിദ്യ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. എന്തായാലും വിവാഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും സമൂഹത്തോട് നടത്തേണ്ട ഒരു ചടങ്ങാണ്. ഇപ്പൊ അതിന് സമ്മതിക്കാത്ത അവസ്ഥയിലാ മനോജും കുടുംബവും ഉള്ളത്. ഇനി വിദ്യയുടെ നിലപാടിൽ മാറ്റം വരാത്തത് കണ്ട് എല്ലാരും ഈ വിവാഹത്തിന് സമ്മതിക്കുന്ന അവസ്ഥയിലെത്തിയ സന്തോഷം. പക്ഷേ അത് സംഭവിച്ചില്ലെങ്കിൽ വേർപിരിയുന്നതിന്റെ വേദന സഹിക്കാൻ സൂരജും ബീനയും തയ്യാറായിരിക്കണം. അച്ഛൻ പറഞ്ഞതാ ശരി. പ്രത്യേകിച്ച് സൂരജ് പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താ എല്ലാവർക്കും എന്നോട് പറയാനുള്ളത്? വിധി, നീ ഇങ്ങനെ ഞങ്ങളുടെ സമ്മതം കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നതിലും നിന്റെ മനസ്സ് മാറുന്നതും നോക്കി ഞങ്ങൾ കാത്തിരിക്കുന്നതിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഇക്കാര്യത്തിലൊരു തീരുമാനം നമുക്കിന്ന് എടുത്തേ പറ്റൂ. തറവാട്ടിലെ വിഗ്രഹം മോഷ്ടിച്ച ഒരാളെ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ സംഭവങ്ങളെല്ലാം സൂരജ് പറഞ്ഞാണ് നമ്മൾ അറിഞ്ഞത്. സൂരജിനത് മറിക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തില്ലല്ലോ. അതവന്റെ അടവായിരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ. അമ്മ, ഇത് അടവാണെങ്കിൽ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? മോളെ, നിന്നെ എന്തു പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല. സൂരജിനെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്കറിയാവുന്നതാ. അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ഞാനും ഹരിയും കൂടെ അവനെ കേസുകളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി എന്തോരം പാടുപെട്ടിട്ടുണ്ടെന്നും ഞങ്ങൾക്കറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടും ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് സമ്മതം മൂളിയത് നിനക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇപ്പൊ അവൻ വിഗ്രഹം മോഷ്ടിച്ചു എന്നറിഞ്ഞതോടുകൂടി എനിക്ക് അവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാല് നീ സൂരജിനെ വിവാഹം കഴിക്കുന്നതിനോട് ഞങ്ങൾക്കാർക്കും താല്പര്യമില്ല. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ സൂരജിന്റെ മാറ്റം സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ കാത്തിരുന്നോളാന്ന് പറഞ്ഞത്. അതെങ്ങനെ ശരിയാവും വിദ്യ? അവന് മാറ്റം വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലോ? അപ്പൊ കല്യാണം നടത്തിയാ മതി. അപ്പൊ നീ മൂത്ത് നിറച്ച് കിളവിയാവും. ഇപ്പൊ തന്നെ നിനക്ക് പ്രായം എത്രയെന്ന് അറിയാലോ. എനിക്ക് അത്രയും ടെൻഷനൊന്നുമില്ല അമ്മേ. എന്റെ കല്യാണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ നടത്തിയാ മതി. ഇനി ഇതിലൊരു സംസാരം വേണ്ട. ഞങ്ങളുടെ ഇഷ്ടക്കേട് ഞങ്ങൾ മറക്കാം. വിവാഹം കഴിക്കേണ്ടതും ഒന്നിച്ച് ജീവിക്കേണ്ടതും നിങ്ങളാ. അതെ, ഒരു ജോലിയൊക്കെ നിങ്ങൾക്കായ ഉടനെ വിവാഹം നടത്താം. മോളെ, പക്ഷെ ഒരു കാര്യം, ഈ വിവാഹം കാരണം നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് നിനക്കുറപ്പുണ്ടാവണം. അത് ഞങ്ങളാരെയും ബോധിപ്പിക്കണമെന്നൊന്നുമില്ല. നിന്റെ മനസ്സിൽ അത് ഉണ്ടായാൽ മാത്രം മതി. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഇതാണ് സത്യം. ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നിനക്ക് വേണ്ടി ഞങ്ങൾ അംഗീകരിക്കുക. ഇനിയിപ്പോ തീരുമാനങ്ങൾ നീ എടുത്ത ശേഷം ഞങ്ങളോട് പറഞ്ഞാ മതി. ഇപ്പൊ ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല.
എന്നാലും കല്യാണത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ ജോലിയൊക്കെ ആകണ്ടേ? സമയമുണ്ടല്ലോ. അതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നോക്കാം. അതല്ലേ നല്ലത്. ആ നോക്കാം. ഞാനെന്നാ പോട്ടെ, 1-2 മെയിൽ അയക്കാനുണ്ട്. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. എന്തായാലും എല്ലാ സത്യങ്ങളും വിദ്യയോട് തുറന്നു പറയണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നതാണ്. അതിൻ്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും ഞാനത് അനുഭവിച്ചല്ലേ പറ്റൂ. അതൊക്കെ നല്ലതിനു വേണ്ടി ഈശ്വരൻ മനസ്സിൽ തോന്നിപ്പിച്ചതാവും. സത്യം പറഞ്ഞതിന്റെ പേരിൽ മോൻ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. അപ്രിയ സത്യങ്ങൾ കേൾക്കാനൊന്നും ആർക്കും താല്പര്യം കാണില്ലല്ലോ മുത്തശ്ശ. ഞാനിപ്പോൾ എല്ലാവരുടെ മുന്നിലും തെറ്റുകാരനാണ്. എല്ലാം സ്വയം ഏറ്റുപറഞ്ഞതാണെങ്കിലും ചെയ്തു പോയതെല്ലാം തെറ്റുകളല്ലാതാവില്ലല്ലോ. അതുകൊണ്ടല്ലേ ഇപ്പം എല്ലാവരും എതിരായതും. അത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേട്ടതിന്റെ ടെൻഷനില് എല്ലാവരും പറയുന്നതാ. അവർക്കൊക്കെ പതിയെ മാറ്റങ്ങൾ ഉണ്ടാവും. എനിക്കറിയില്ല. എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. എല്ലാവരുടെയും മനസ്സ് മാറി എൻ്റെയും വിദ്യയുടെയും വിവാഹം നടത്തി തന്നാൽ മതിയായിരുന്നു. എന്തായാലും വിദ്യയുടെ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കേ. വിദ്യയുടെ വീട്ടിലെ ശരിക്കുമുള്ള അവസ്ഥ എന്താന്ന് അപ്പോഴേ അറിയാൻ കഴിയൂ. സംസാരിക്കാൻ മുത്തശ്ശ. ഞാൻ വിദ്യയോട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവള് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എന്തായാലും വിദ്യ ഒരിക്കലും മോനെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വീട്ടിലെ എല്ലാവരുടെയും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാനാവും അവൾ അവരുടെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറയുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. ഇനി ഭഗവാൻ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഒന്നിക്കാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ ആരൊക്കെ തടഞ്ഞാലും അത് സംഭവിച്ചിരിക്കും. ഈശ്വരൻ അങ്ങനൊന്നും മോനെ കൈവിടില്ല. കുറച്ചു നാള് മുമ്പ് വരെ എന്തായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം? പണം മാത്രം ലക്ഷ്യം കണ്ട് വെറുതെ ഓടുകയായിരുന്നില്ലേ? അതും പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരുന്നോ? വൈകുന്നേരം ആവുമ്പോ കുറച്ച് മദ്യം കഴിക്കണം, ബാറിൽ ചെന്ന് ആളാവണം, അതിനുവേണ്ടി എങ്ങനെയെങ്കിലും പണം കണ്ടെത്തണം. അത് മാത്രമായിരുന്നില്ലേ ലക്ഷ്യം? ഇന്ന് അതിനൊക്കെ മാറ്റം വന്നില്ലേ? അതിനെല്ലാം കാരണം ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ഭഗവാൻ നമ്മളിൽ ഇത്രയൊക്കെ മാറ്റം വരുത്തിയത് അവസാനം നമുക്ക് കണ്ണീര് നൽകാൻ വേണ്ടിയാണെന്ന് ഞാൻ കരുതുന്നില്ല മോനെ. നിനക്ക് വേണമെങ്കിൽ ആരെയും ഒന്നും അറിയിക്കാതെ മറച്ചു പിടിക്കാമായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്യാതെ നീ റിസ്ക് എടുത്ത് എല്ലാവരോടും സത്യം പറയുകയല്ലേ ചെയ്തത്. അതൊക്കെ ഒരു ദിവസം അവര് മനസ്സിലാക്കും. ആ ബസ്സിൽ നിന്ന് ഒരുപക്ഷെ ഗുണ്ടകൾ എന്നെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ആ അപകടം നടന്നപ്പോൾ ഞാൻ മരിച്ചുപോയനെ. എടാ, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഈശ്വരൻ തന്നെ ഗുണ്ടകളുടെ വേഷത്തിൽ വന്ന് നിന്നെ രക്ഷിച്ചതാവും. അവരെന്നെ പിടിച്ചോണ്ട് പോകുമ്പോൾ എന്തിനാണെന്നോ എവിടേക്കാണെന്നോ എന്താണ് അവരുടെ ഉദ്ദേശമെന്നോ ഒന്നും പറഞ്ഞിരുന്നില്ല. 2 ദിവസം എവിടെയോ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നോട് ഒന്നും ചോദിച്ചില്ല. ഞാൻ ചോദിച്ചതിനൊന്നും അവരുത്തരം പറഞ്ഞതുമില്ല. അതിനുശേഷം വിഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരെ ആരെയും കണ്ടില്ല. എനിക്ക് ഭക്ഷണം തരാൻ മാത്രം ഒരു ഹിന്ദിക്കാരൻ വരുമായിരുന്നു. അവനോട് എന്തു ചോദിച്ചാലും അവൻ അറിയില്ല എന്ന് മാത്രം മറുപടി പറയും. ആ സമയത്തൊക്കെ കർണാടകയിൽ തന്നെ ആയിരുന്നോ അതോ മോനെ ഇവിടെയൊക്കെ കൊണ്ടുവന്നിരുന്നോ? കർണാടക തമിഴ്നാട് ബോർഡറിൽ എവിടെയുള്ള ഏതോ ഉൾഗ്രാമത്തിലായിരുന്നു ആ സമയത്ത് അവരെന്നെ താമസിപ്പിച്ചിരുന്നത്. അവരെന്നെ അവിടെ ഇട്ടിട്ട് ഞാൻ വിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിക്കാൻ ഇവിടെ വന്നതാ. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച ശേഷം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അവർ തിരിച്ചു വന്നു. പിന്നെ അവര് ബോസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെയാ വിഗ്രഹം ഇനിയും എടുക്കാൻ ശ്രമിക്കുന്നത് റിസ്ക് ആണെന്നും അവർക്ക് നഷ്ടപരിഹാരമായി
1 കോടി രൂപ കിട്ടിയാൽ മതിയെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ആ അതെ, അവരെന്നെ കണ്ട് സംസാരിച്ചപ്പോഴും വിഗ്രഹം എടുക്കാൻ പറ്റുമോ എന്ന് ഒരു പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അതിനുവേണ്ടി വാശി പിടിക്കുകയൊന്നും ചെയ്തില്ല. ഉം. അവർക്ക് പണം മാത്രം കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ അത് 1 കോടി രൂപ ആയതുകൊണ്ട് സംഘടിപ്പിച്ചെടുക്കാൻ കുറച്ച് സമയമെടുത്തു. അവര് അത്രയൊക്കെ ചെയ്തിട്ടും ബോസ് വന്ന അവസാനം 30 ലക്ഷം രൂപ മാത്രമല്ലേ വാങ്ങിയുള്ളൂ. ആ അതൊക്കെ ഈശ്വരൻ അവരെ കൊണ്ട് തോന്നിപ്പിച്ചതാവും. അതെ, അതാ മോനെ ഞാൻ പറഞ്ഞത്. നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്ന് നന്നാവാൻ തുടങ്ങിയതോടെ ഈശ്വരൻ നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ വിവാഹത്തിന്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ കാണുന്ന ഈ ചെറിയ തടസ്സങ്ങളൊക്കെ ഉടനെ തന്നെ മാറും. നീ നോക്കിക്കോടാ. സൂരജിനെ വിളിച്ചിരുന്നു, പക്ഷേ ഞാൻ തീരുമാനമൊന്നും പറഞ്ഞില്ല. മനസ്സിലുള്ളത് എന്തായാലും അത് തുറന്നു പറയണം വിദ്യ. മനസ്സിലൊന്നു വെച്ച് മറ്റൊരു രീതിയിൽ നമ്മൾ ആരോടും സംസാരിക്കരുത്. അക്കാര്യത്തിൽ എനിക്ക് ആദർശനോട് ബഹുമാനമുണ്ട്. മനസ്സിൽ തോന്നിയ കാര്യം സത്യസന്ധമായിട്ട് ആദർശേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് മനസ്സുമടുത്തൊരു ജീവിതം എനിക്ക് ആദർശനോടൊപ്പം ഉണ്ടായിട്ടുമില്ല. എന്നാലും മീരയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ശരിയാണ്, ബന്ധം പിരിയുന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടാവും. പക്ഷേ എല്ലാവരുടെയും വിഷമം മാറ്റാൻ വേണ്ടി മാത്രമായിട്ട് ഒരു മുറിയിൽ 2 പേര് ശത്രുക്കളെ പോലെ ജീവിക്കേണ്ടി വന്നാലോ? എത്രയോ മനുഷ്യരങ്ങനെ ജീവിക്കുന്നു. അവര് ജീവിതത്തിലെ ഓരോ നിമിഷവും നേരി തീരുകയല്ലേ. അത്തരൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ആദർശൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനും മാത്രം എന്ത് തെറ്റാ നീ ആദർശേട്ടനോട് ചെയ്ത? നിന്റെ രീതികൾ എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ള നിന്നെ വേണ്ടെന്ന് വെച്ചാ അയാൾക്ക് വേറെ ആരെ കിട്ടുമെന്ന് കരുതുന്ന? അങ്ങനെയല്ല വിദ്യ. മനുഷ്യരാരും ഒരുപോലെ അല്ല. ഒരേ വീട്ടിൽ ഒരേ അച്ഛനമ്മമാരുടെ മക്കളായി ഒരേ സമയത്ത് ജീവിക്കുന്നവർക്ക് പോലും 2 ഇഷ്ടാനിഷ്ടങ്ങളല്ലേ. അതുകൊണ്ട് നമ്മുടെ ശരികളെല്ലാം മറ്റുള്ളവർക്ക് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിഞ്ഞാൽ പല തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കാൻ പറ്റും. നമ്മളെങ്ങനെ എല്ലാം സഹിക്കാൻ തയ്യാറായ ആളുകൾ നമ്മളെ ചൂഷണം ചെയ്യേയുള്ളൂ. ആദർശേട്ടന്റെ ഈ തീരുമാനത്തിന് നിന്നു കൊടുക്കാതെ എതിർക്കണമെന്ന് എന്റെ അഭിപ്രായം. ഞാനങ്ങനെ എതിർത്തിട്ട് എന്ത് നേടാനാ വിദ്യേ? നിങ്ങൾ ഡിവോഴ്സ് ആകരുത്. നീ ആ വീട്ടിൽ തന്നെ താമസിച്ച് ആദർശേട്ടന്റെ മനസ്സ് മാറ്റിയെടുക്കണം. നിന്നെ മാത്രം സ്നേഹിച്ച് നിന്റെ പിന്നാലെ നടക്കുന്ന ആളാക്കി മാറ്റണം. മനസ്സുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരാളെ അങ്ങനെ മാറ്റിയെടുക്കാനൊന്നും എനിക്കാവില്ല വിദ്യ. ആദർശേട്ടൻ ആഗ്രഹിച്ചത് എന്താണോ അത് നടക്കട്ടെ. അതുകൊണ്ടാ ഞാൻ എതിർപ്പൊന്നും പറയാതെ ഡിവോഴ്സിന് സൈൻ ചെയ്ത് കൊടുത്തേ. എടുത്തുചാടി അങ്ങനെ ഒരു തീരുമാനം വേണ്ടായിരുന്നു. ഇനിയും വൈകിട്ടില്ല. കോടതിയിൽ നിന്ന് വിധി വരും മുൻപ് ആദർശേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കി ഈ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ഈ ലോകത്ത് സ്നേഹത്തിന് മാറ്റിയെടുക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല മീരെ. വിദ്യ പറഞ്ഞ അതേ സ്നേഹം ആദർശനോടുള്ളതുകൊണ്ടാ ഞാൻ അതിന് സമ്മതിച്ചത്. നമ്മൾ സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാതിരിക്കാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ടാ വിദ്യയുടെ മനസ്സിൽ എന്താണെങ്കിലും അത് സൂരജിനോട് തുറന്നു പറയണമെന്ന് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ സംഭവിച്ചാലും സൂരജ് അല്ലാതെ ആരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. പക്ഷേ വീട്ടിലെല്ലാവരും എതിര് നിൽക്കുമ്പോ എനിക്ക് സൂരജിന് വിവാഹം കഴിക്കണമെന്ന് പറയാനും വയ്യ. അപ്പോ എന്ത് ചെയ്യും? സൂരജ് മാറിയെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അതിന് ചിലപ്പോൾ സമയമെടുക്കും. എന്നാലും അത് സംഭവിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ വിവാഹം നടക്കും. അതുവരെ നമ്മളെ ക്ഷമിച്ചേ പറ്റൂ. ഓക്കെ, അതാണ് വിദ്യയുടെ മനസ്സിലെങ്കിൽ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കും.
അപ്പോ രണ്ടുപേരുടെയും ടെൻഷന് ഒരു ശമനം ഉണ്ടാവുമല്ലോ. മീര പറയുന്നത് ശരിയാ. ഞാൻ സൂരജിനെ കാണാം. രണ്ടുപേരും തമ്മിൽ പിരിയാതെ ഒന്നിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോന്ന് നോക്കാൻ വേണ്ടിയാ കോടതിന്ന് കൗൺസിലിങ്ങിന് വിട്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വിവരവും വിദ്യാഭ്യാസവും ലോക വിവരവും ഉള്ള ആളുകളാ. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതൊക്കെ ശരിയാ. പക്ഷേ ചില സമയം നിസ്സാര കാര്യങ്ങളുടെ പേരിലായിരിക്കും ദമ്പതികൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞങ്ങളെപ്പോലുള്ള കൗൺസിലേഴ്സിന്റെ മുമ്പിൽ വന്നിരുന്ന് മനസ്സ് തുറക്കുമ്പോഴാ വലിയ വലിയ പ്രശ്നങ്ങളായി കണ്ട പല കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കി ഒന്നിക്കാറുമുണ്ട്. മീര പറയൂ, ഇങ്ങനൊരു തീരുമാനത്തിലെത്താൻ എന്താണ് കാരണം? ഞാൻ ഡിവോഴ്സ് ആഗ്രഹിച്ചതുകൊണ്ടല്ല മാഡം ഇതിന് മുതിരുന്നത്. പരസ്പരം ഒന്നിച്ചു പോവാൻ എന്റെ മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ല. ആദർശേട്ടന് ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ ബുദ്ധിമുട്ടുണ്ടായ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ താല്പര്യത്തിനൊപ്പം ഞാൻ നിൽക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോ മീരയ്ക്ക് ഡിവോഴ്സിന് സമ്മതം അല്ലെന്നാണോ പറയുന്നത്? പിന്നെ എന്തിനു വേണ്ടിയാ മ്യൂച്വൽ ഡിവോഴ്സിന് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്? ആരുടെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയാണോ? ഒരിക്കലും അല്ല മാഡം. ആദർശനെ പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സത്യ. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ലാതെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വാശി എനിക്കില്ല. രണ്ടുപേരും പരസ്പരം സമ്മതത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു വിവാഹത്തിനും ആ ബന്ധത്തിനും വാല്യൂ ഉള്ളൂ എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. വെരി കറക്റ്റ്. മീരയുടെ സംസാരത്തിൽ നിന്ന് ആദർശനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിട്ടാ എനിക്ക് തോന്നിയത്. പിന്നെന്തിനു വേണ്ടിയാ പിരിയാൻ ആദർശ് ആഗ്രഹം കാണിക്കുന്നത്? മീര എന്നെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ആള് തന്നെയാണ്. അതുകൊണ്ട് മാത്രം ഭാര്യ ഭർത്താക്കന്മാരായി തുടരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല മാഡം. ഒന്നിച്ച് ജീവിക്കുമ്പോൾ പരസ്പരം അംഗീകരിക്കാനാവാതെ ഒരു മുറിയിൽ ശത്രുക്കളായി കഴിയുന്നതിന് നല്ലത് പരസ്പരം ബഹുമാനത്തോടെ പിരിയുന്നത് തന്നെയല്ലേ? ആദർശി പറയുന്ന നിസ്സാര ന്യായവാദങ്ങളൊന്നും ഒരു ഡിവോഴ്സിനുള്ള കാരണങ്ങളായി എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി സമാധാനപരമായി ചിന്തിച്ച ആദർശന്റെ തീരുമാനം മാറുന്നു തന്നെയാ. ഞാൻ നന്നായിട്ട് ആലോചിച്ച് തന്നെ തീരുമാനിച്ച മാഡം ഇത്. ഇപ്പോൾ എനിക്കും മീരയ്ക്കും ഇടയിൽ നല്ലൊരു സൗഹൃദമുണ്ട്. ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ആ സൗഹൃദം ഇല്ലാതായി ഞങ്ങൾ ശത്രുക്കളായി മാറും. അതിൻ്റെ ആവശ്യമില്ലല്ലോ. മീരയ്ക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ മാഡം, ആദർശന്റെ തീരുമാനം അതെന്ത് തന്നെ ആയാലും എനിക്ക് സമ്മതം. ആദർശേട്ടൻ പറഞ്ഞു തന്നെയാണ് ശരി. വിവാഹ ജീവിതത്തിന് പൂർണ്ണത വരണമെങ്കിൽ രണ്ടുപേരുടെയും താല്പര്യം അവിടെ ഉണ്ടാവണം. ആദർശ് പറയൂ, മീരയുടെ ഏത് സ്വഭാവ താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചോദിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാ. ആദർശ് തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുക. ആദർശ് ഈ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നത് മീരയുടെ മോറൽ സൈഡ് എന്തെങ്കിലും ഡൗട്ട് ഉള്ളതുകൊണ്ടാണോ?